ഇനി നമുക്ക് അടുത്ത സ്റ്റോറി ടെല്ലറിലേക്ക് കടക്കാം. അതിനായിട്ട് ഉഷാ മിസ് അല്ലേ സെക്കൻഡ് സ്റ്റോറി അല്ലെ? ഉഷാ മിസ്സിനെ ഞാൻ ക്ഷണിക്കുകയാണ് കേട്ടോ. നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ മാതാവിന്റെ അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹത്തെക്കുറിച്ചാണ്, ത്യാഗത്തെക്കുറിച്ചാണ്. ഒരിക്കൽ ഒരു പണ്ഡിതൻ ഒരു രാജാവിന്റെ കൊട്ടാരത്തിലെത്തി. അദ്ദേഹം രാജാവിനോട് പറഞ്ഞു, സ്വാമി, എനിക്കറിയാം ഈ രാജ്യത്ത് താങ്കളുടെ കൊട്ടാരത്തിലെ മന്ത്രി മണ്ഡലത്തിലെ എല്ലാവരും വളരെ സമർത്ഥരും ബുദ്ധിമാന്മാരും മഹാപണ്ഡിതരുമാണെന്ന്. അതുകൊണ്ട് അവരുടെ കൂടെ ഒരു സംവാദത്തിൽ ഏർപ്പെടാൻ എനിക്ക് ആഗ്രഹമുണ്ട്. രാജാവിന് വളരെ സന്തോഷമായി. കാരണം രാജാവിന് അറിയായിരുന്നു ആ രാജധാനിയില് ആ മന്ത്രിമണ്ഡലത്തിൽ എല്ലാവരും അതിസമർത്ഥർ തന്നെയാണെന്ന്. കാരണം എപ്പോഴും ചർച്ചകള്, സംവാദങ്ങള്, പറ്റുന്ന എല്ലാ തരത്തിലുള്ള സാഹിത്യപരമായ കാര്യങ്ങൾ അവിടെ ചെയ്തിരുന്നു. അതുകൊണ്ട് ഈ മന്ത്രിമാരൊക്കെ വളരെ ബുദ്ധിമാന്മാരും സമർത്ഥരും മഹാപണ്ഡിതരുമായി. ഈ ഒരു പണ്ഡിതർ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് തന്നെ അവിടെ വേണ്ടാണ്ടായി. കാരണം മന്ത്രിമാര് തന്നെ അത്ര മഹാപണ്ഡിതരായി. അങ്ങനെ രാജാവിന് സമ്മതത്തോടു കൂടി അവിടെ സംവാദം തുടങ്ങുകയാണ്. കുറെ മണിക്കൂറുകൾ സംവാദം നീണ്ടുപോയി. വളരെ നല്ല പരിപാടിയായിരുന്നു. ആ സംവാദം എല്ലാവരും ശ്രദ്ധിച്ചു. ഈ പണ്ഡിതൻ വളരെ അറിവ് ഉള്ള ആളാണെന്ന്. ഇതെല്ലാം കഴിഞ്ഞ് രാജാവ് വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന് പാരിതോഷികമൊക്കെ നൽകി. കൂടാതെ തൻ്റെ മന്ത്രിസഭയിലുള്ളവർക്കും പാരിതോഷികം കൊടുക്കണമെന്ന് രാജാവിന് തോന്നി. അങ്ങനെ എല്ലാവർക്കും പാരിതോഷികമൊക്കെ കൊടുത്ത് അത് അവിടെ അവസാനിച്ചു. പക്ഷെ അതിന്റെ അവസാനമായപ്പോ ഈ പണ്ഡിതൻ പോകുന്ന സമയത്ത് രാജാവിനോട് പറഞ്ഞു, സ്വാമി, താങ്കൾ സമ്മതിക്കുകയാണെങ്കിൽ എനിക്ക് ഈ സഭയിൽ ഒരു പ്രശ്നം ഉന്നയിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. അപ്പൊ രാജാവ് പറഞ്ഞു, അതിനെന്താ, ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ 2 പശുക്കളെ കൊണ്ടുവന്നിട്ടുണ്ട്. രാജധാനിയുടെ കൊട്ടാരത്തിന്റെ പുറത്ത് അവരെ കെട്ടിയിരിക്കുകയാണ്. താങ്കൾ സമ്മതിച്ചാൽ ആ 2 പശുക്കളെ അകത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞാലും എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു, ഭടന്മാരോട് വിളിച്ചു പറഞ്ഞു ആ 2 പശുക്കളെ അകത്തേക്ക് കൊണ്ടുവരാൻ. അവരെ കൊണ്ടുവന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രശ്നം ഇതാണ്, ഈ പശുക്കളിൽ ആരാണ് അമ്മ, ആരാണ് മകൾ എന്ന് ഈ സഭയിലുള്ള ആരെങ്കിലും പറയണം. ഈ പ്രശ്നത്തിന് ഉത്തരം പറയണം. രാജാവ് തന്നെ ആദ്യം മുന്നിട്ടിറങ്ങി ആ പശുക്കളെ സസൂക്ഷ്മം പരിശോധിച്ചു. രാജാവിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു, വെറുതെ 2 പശുക്കളല്ലേ ഉള്ളൂ, അതില് ഒരെണ്ണത്തിന് ചിലപ്പോ ശരിയായിരിക്കാം, ഈ പശുവാണ് അമ്മ, ഇതാണ് മകളെന്നൊക്കെ പറയാൻ പറ്റുമായിരിക്കാം. പക്ഷെ കാര്യകാരണ സഹിതം പറയണം എന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് നോക്കിയിട്ട് രാജാവിന് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പ്രധാനമന്ത്രി പിന്നാലെ ചെന്നു, അദ്ദേഹത്തിനും കഴിഞ്ഞില്ല. ആ മണ്ഡലത്തിലെ എല്ലാവരും ചെന്നു. ആർക്കും ഏതാണ് അമ്മ, ഏതാണ് മകൾ എന്ന് കണ്ടെത്താൻ കഴിഞ്ഞതേയില്ല. സദസ്യരിൽ ചിലവരും നോക്കി, അവർക്കും കഴിഞ്ഞില്ല. രാജാവ് ആകെ വിഷണ്ണനായി. ആ പണ്ഡിതൻ അവിടെ ഇരിക്കെ വേഗം തൻ്റെ മന്ത്രിസഭ അടുത്തൊരു മുറിയിൽ വിളിച്ചുകൂട്ടി, ഒരു യോഗം വിളിച്ചുകൂട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും കേട്ടിരിക്കുമല്ലോ ആ പണ്ഡിതൻ പറഞ്ഞത്. നിങ്ങളെല്ലാവരും മഹാപണ്ഡിതരാണ് എന്ന് വെച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ വന്ന് നിങ്ങളുടെ കൂടെ ഒരു സംവാദമൊക്കെ നടത്തിയത്. അതിനാൽ നാളെ രാവിലെ തന്നെ അടുത്ത സഭ കൂടുമ്പോൾ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം ആരെങ്കിലും കണ്ടെത്തിയേ പറ്റൂന്ന്. എല്ലാവരും ശരിയെന്ന് പറഞ്ഞു. സഭ പിരിച്ചുവിട്ടു. രാജാവ് പുറത്തു വന്നിട്ട് ആ പണ്ഡിതനോട് പറഞ്ഞു, താങ്കൾ ഇന്ന് ഈ കൊട്ടാരത്തിൽ തന്നെ താമസിക്കുക. നാളെ രാവിലെ ഇവിടുത്തെ ഈ മന്ത്രിമണ്ഡലത്തിലെ ആരെങ്കിലും ഈ ചോദ്യത്തിന്
ഈ പ്രശ്നത്തിന് ഉത്തരം കണ്ടിരിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് സന്തോഷമായി. അതുപോലെ അന്ന് രാത്രി ആ കൊട്ടാരത്തിൽ താമസിച്ചു. അപ്പൊ എല്ലാവരും വീട്ടിലേക്ക് പോയി. പ്രധാനമന്ത്രി വീട്ടിലേക്ക് എത്തിയത് വളരെ വ്യസനത്തോടു കൂടിയാണ്. അദ്ദേഹത്തിന് അറിയായിരുന്നു ഈ പ്രശ്നത്തിന്റെ പരിഹാരം കാണാനുള്ള ചുമതല അദ്ദേഹത്തിന് തന്നെയാണെന്ന്. അതിന്റെ ഉത്തരവാദിത്വം എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിനാണ് അതിന്റെ ഉത്തരവാദിത്വം. വീട്ടിൽ ചെന്ന് വിഷണ്ണനായി കണ്ട തന്റെ ഭർത്താവിനെ നോക്കിയിട്ട് മന്ത്രി പത്നി ചോദിച്ചു, താങ്കൾ എന്താണ് ഇന്ന് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. എല്ലാ ദിവസവും എപ്പോഴും എത്ര ജോലി ഉണ്ടെങ്കിൽ വീട്ടിൽ വരുമ്പോ സന്തോഷത്തോടു കൂടിയാണല്ലോ വരുന്നത് എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്ന് ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് എല്ലാം വിവരിച്ചു. അപ്പോ മന്ത്രി പത്നി പറഞ്ഞു, സാരമില്ല, നാളെ രാവിലെ താങ്കൾ രാജകൊട്ടാരത്തിലേക്ക് പോകുമ്പോ എന്നെയും കൂടെ കൊണ്ടുപോകണം. ഞാൻ നോക്കട്ടെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാമെന്ന്. മന്ത്രിക്ക് ആകെ ചിരി വന്നു, ഉള്ളിൽ ചിരി വന്നു. കാരണം തന്റെ പത്നി വളരെ നല്ലൊരു കുടുംബിനിയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ പുറം ലോകം ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. പുറത്തേക്കൊക്കെ ആകെ അമ്പലത്തിലേക്കൊക്കെ പോകുന്നല്ലാതെ വേറെ എവിടെയും അവര് പോവാറില്ല. അങ്ങനത്തെ ഒരാൾക്ക് എങ്ങനെയാണ് ഈ പ്രശ്നത്തിന് ഒരു ഉത്തരം, ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുക എന്ന് മനസ്സിൽ വിചാരിച്ചു. എങ്കിലും അവരെയും കൊണ്ട് അടുത്ത ദിവസം അദ്ദേഹം കൊട്ടാരത്തിലേക്ക് തിരിച്ചു. കൊട്ടാരത്തിലെത്തി മന്ത്രി പത്നി രാജാവിനെ കണ്ട് ഇപ്രകാരം ഉണർത്തിച്ചു, മഹാരാജാവേ, ഞാൻ ഇന്നലെ ഈ പണ്ഡിതൻ ചോദിച്ച പ്രശ്നത്തിന്, ഇവിടെ പറഞ്ഞ പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്തുവാൻ വേണ്ടി വന്നതാണ്. അത് പ്രകാരം താങ്കൾ ഈ ഭടന്മാരോട് പറഞ്ഞ് ഒരേ അളവിലുള്ള 2 കുട്ടയും അതിൽ ഒരേ അളവിൽ പുല്ലും കൊണ്ടുവരാൻ ഉത്തരവിടണമെന്ന്. രാജാവ് ഉത്തരവിട്ടു. അത് പ്രകാരം ഭടന്മാര് അരമണിക്കൂറിനുള്ളിൽ 2 ഒരേ അളവിലുള്ള കുട്ടകളും അതിൽ ഒരേ അളവിൽ പുല്ലും എത്തിച്ചു. എന്നിട്ട് ഈ 2 പശുക്കളുടെ മുന്നിൽ അത് വയ്ക്കാൻ പറഞ്ഞു. ഇനി നമ്മൾക്ക് എല്ലാവർക്കും ഈ പശുക്കൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാമെന്ന് പറഞ്ഞു. എല്ലാവരും ഇങ്ങനെ നോക്കി ശ്വാസം അടക്കി പിടിച്ച് നോക്കുകയാണ് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. 2 പശുക്കളും പുല്ല് തിന്നാൻ തുടങ്ങി. അതിൽ ഒരു പശു വളരെ ധൃതിയിൽ തന്റെ കുട്ടയിലുള്ള പുല്ല് തിന്ന് തീർത്ത് മറ്റേ കുട്ടയിൽ നിന്നുള്ളത് മുടി തിന്നാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ ആ പശു ആവട്ടെ വളരെ സാവധാനം പുല്ല് തിന്നാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും 2 കുട്ടയിലെയും പുല്ല് തിന്ന് തീർത്തു കഴിഞ്ഞു. അപ്പോൾ മന്ത്രി പത്നി ഇപ്രകാരം പറഞ്ഞു, കണ്ടില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണും ഏത് പശുവാണ് ത്യാഗം ചെയ്തത്. ആ പശു തന്നെയാണ് അമ്മ. ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും അത്ഭുതമായി. ഇങ്ങനെ ആരും ഇങ്ങനെ വിചാരിച്ചില്ല ഇങ്ങനെ ഒന്ന് കണ്ടുപിടിക്കാന്ന്. അപ്പോ ആ അമ്മ എന്ന വ്യക്തി ത്യാഗത്തിന്റെ പര്യായമാണ്. അപ്പൊ രാജാവ് ഈ മന്ത്രിപത്നിക്ക് വളരെ സന്തോഷമായി. ആ മന്ത്രിപത്നിക്ക് കുറെ പാരിതോഷികമൊക്കെ കൊടുത്തു. കാരണം ഒരാളുണ്ടായല്ലോ ഈ പ്രശ്നത്തിന് ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ. അത് തന്നെയാണ് നമ്മൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്. അമ്മ, അച്ഛൻ അവരൊക്കെ മക്കൾക്ക് വേണ്ടി തങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് അവരെ സ്വന്തം കാലിൽ നിൽക്കുന്നവരെ അവരെ പരിപാലിച്ചു വരും. അതുകൂടാതെ ഇതെല്ലാം കഴിഞ്ഞ് അവർ വലുതായാലും അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. പക്ഷേ മക്കളോ തിരിച്ച് ഇങ്ങനെ അവരെ കുറിച്ച് ഓർക്കുന്നുണ്ടോ? സ്വന്തം കാലിൽ നിൽക്കാറാവുമ്പോ അല്ലെങ്കിൽ സ്വന്തം കുടുംബം ഉണ്ടാവുമ്പോ മക്കളെയൊക്കെ മറന്നു പോകുന്ന പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. കഴിയുന്നതും വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കാനും ഒക്കെയാണ് നോക്കുന്നത്. നമ്മുടെ ജീവിതം ഒരു എക്കോ ആണ്. നമ്മൾ എന്തു ചെയ്യുന്നു അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക. മാതാ, പിതാ, ഗുരു, ദൈവം എന്നാണ് പറഞ്ഞിരിക്കണേ. ഏറ്റവും ആദ്യം നമ്മൾ ആദരിക്കേണ്ട മാതാവിനെയാണ്, പിന്നെ പിതാവിനെ, പിന്നെ ഗുരുവിനെ, പിന്നെ ദൈവം. ഈ ആദ്യത്തെ 3 പേരെയും നമ്മൾ ആദരിച്ചാൽ, പരിപാലിച്ചാൽ തീർച്ചയായും ദൈവത്തിന്റെ കടാക്ഷം, അനുഗ്രഹം എപ്പോഴും നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ ഈ ഒരു കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് ഞാൻ നിർത്തട്ടെ.
നന്ദി. നല്ല, അതെ, വളരെ. നമുക്കത് ഈ കഥയെ കുറിച്ചുള്ള ഒരു ഡിസ്കഷനിലേക്ക് കടക്കാം. അടുത്ത കുറച്ച് സമയം എല്ലാവർക്കും നമുക്ക് തോന്നിയിട്ടുള്ള ഒരു അഭിപ്രായം എന്താണ് ആ കഥയെ കുറിച്ച്. വളരെ നല്ലൊരു കഥ ഉഷാമിസ്. അതില് എന്താ, നമുക്ക് ഓരോരുത്തർക്കും ഒരു വളരെ ഡീപ്പായിട്ടുള്ള ഒരു മെസ്സേജ് അല്ലെ, നമ്മുടെ വീട്ടുകാരെ കുറിച്ചും നമ്മുടെ അച്ഛനും അമ്മയും. ഇപ്പൊ നമ്മളും എല്ലാവരും പ്രത്യേകിച്ചും നമ്മുടെയൊക്കെ മക്കള് വലുതായി കഴിഞ്ഞു. ഇലകൾ പഴുത്തുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ അതേ സ്റ്റേജസിലേക്ക് വരികയാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ അച്ഛനമ്മമാരെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത് പോലെ തന്നെ ഇനി വരുന്ന തലമുറ നമ്മളെ കുറിച്ച് എത്രത്തോളം ആലോചിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിരിക്കുകയാണ് ഇന്നത്തെ സമൂഹത്തിൽ. എന്തായാലും വളരെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ കഥയാണ്. അമ്മയച്ഛനെ കുറിച്ച് ആലോചിക്കുമെന്ന് അറിയില്ല, പക്ഷെ ഒരു മെറ്റേണൽ ഇൻസ്റ്റിങ്ക്റ്റ് ഓർ പെറ്റേണൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്നത് എല്ലാ ജനറേഷനിലും ഒരുപോലെ ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നണേ. അപ്പൊ സ്വന്തം മക്കളുടെ കാര്യം വരുമ്പോ എല്ലാവരും ഇതുപോലെ സാക്രിഫൈസസിന് കുറെയൊക്കെ തയ്യാറാവും. പഴയ ജനറേഷനെ പോലെ ഉണ്ടാവുമെന്ന് അറിയില്ല, കാരണം ഇന്ന് അവർ ജീവിക്കുന്ന ചുറ്റുപാടുകളും വേറെയാണ്. അതുകൊണ്ട് പക്ഷെ എന്നാലും ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ്, ഒരു മെറ്റേണൽ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന ആനിമൽസിനായാലും മനുഷ്യർക്കായാലും എല്ലാ ജനറേഷൻസിലും ഒരുപോലെ ഉണ്ടായിരിക്കും തന്നെയാണ് എനിക്ക് തോന്നണേ, അറിയില്ല. 100% മെറ്റേണൽ ഇൻസ്റ്റിങ്ക്റ്റ് യങ്ങർ ജനറേഷനും ഉണ്ട്, നമ്മുടെ ജനറേഷനും ഉണ്ട്, ഓൾഡർ ജനറേഷനും ഉണ്ട്. അല്ല, നമ്മുടെ ചുറ്റും ഇപ്പോൾ കാണുന്നത് നമുക്ക് പേടിയാവുകയാണ്. എന്താണ്, എല്ലാവരും വീട്ടിൽ കുടുംബത്തിലെ എല്ലാവരും അന്യോന്യം കൊല്ലുകയാണ്. കാരണം അവനവന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി. അതൊക്കെ എങ്ങനെയാണ്, അതൊക്കെ നമ്മൾ കേർബ് ചെയ്യണ്ടേ? അതിന് ഉള്ള ഒരു ഇട വരുത്തരുത്. എല്ലാവരും നമ്മുടെ കുടുംബ ബന്ധം വളരെ സ്ട്രോങ് ആണ്, ദൃഢമാണ് എന്നുള്ള ഒരു ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കണം, കുടുംബത്തിൽ തന്നെ ഉണ്ടാക്കണം. അപ്പൊ എവിടെയോ തെറ്റ് പറ്റുന്നുണ്ട്. അതാണ് കുട്ടികളൊക്കെ ഡ്രഗ്സിന്റെ പിന്നാലെയും അതിലൊന്നും വീഴരുത്. അതാണ് നമ്മുടെ വീട്ടിലുള്ളവര് നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മളെ സ്നേഹിക്കുന്നവരാണ്. ഞാൻ എപ്പോഴും ക്ലാസ്സിൽ എപ്പോഴും പറയാറുണ്ട്, നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്നവര് അമ്മയും അച്ഛനുമാണ്, പിന്നെ ടീച്ചേഴ്സാണ്. കാരണം അവരുടെ കയ്യിൽ നിന്നാണ് മെയിൻ ആയിട്ട് കുട്ടികൾക്ക് ചീത്ത കേൾക്കുക. ഞാൻ പറയണ്ട, അവര് ചീത്ത പറയണത് എന്താണ്, നിങ്ങളെ ശാസിക്കുന്നത് എന്താ, നിങ്ങൾ നന്നാവണം. അവർക്ക് മാത്രമേ ഉള്ളൂ നിങ്ങൾ ഏറ്റവും നന്നാവണം എന്നുള്ളത്. അമ്മയ്ക്കും അച്ഛനും മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികള് ഏറ്റവും നന്നാവണം, നല്ല രീതിയിൽ ജീവിക്കണം, നല്ല വഴിയിലൂടെ നടക്കണം എന്നുള്ളതുണ്ട്. ടീച്ചേഴ്സിനും ഇതേപോലെ തന്നെ അവരുടെ കുട്ടികൾ നല്ല മാർക്ക് മേടിച്ച് നല്ല ഉയർച്ചയിൽ എത്തണം എന്നുണ്ട്. ബാക്കി പൊതുജനത്തിന് എന്താ വേണ്ടത്? അവർ ജയിച്ചാൽ ജയിച്ചു, അവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി ഇവരുടെ അടുത്ത് സ്നേഹം കാണിക്കും. പക്ഷെ അവർക്ക് അങ്ങനെ ആ ഒരു സിൻസിയർ ആയിട്ടുള്ള ഒരു സ്നേഹം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അമ്മയച്ഛനെ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ദേഷ്യപ്പെടരുത്, ടീച്ചേഴ്സ് എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യപ്പെടരുത്, ദേഷ്യം തോന്നരുത് അവരോട് എന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഇതാണ്. അതാണ്, അങ്ങനെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിലും കാണുന്നത്. ഇവര് ഈ മറ്റേ കൂട്ടുകെട്ടിൽ പെട്ടിട്ടല്ലേ, ഈ ഡ്രഗ്സ് ആണ് ഏറ്റവും. അതെനിക്ക് ഭയങ്കര അത്ഭുതമായി പോയി. ഞാൻ ഈ നമ്മുടെ ഇപ്രാവശ്യത്തെ ആനുവൽ ഡേക്ക് 2-3 സ്ഥലത്ത് ഞാൻ പോയിട്ട് ഡ്രഗ്സ്, എനിക്കറിയില്ല ഞാൻ എന്താ അങ്ങനെ പറഞ്ഞത്. ഡ്രഗ്സ് നിങ്ങൾ പേരൻസ് എല്ലാവരും ശ്രദ്ധിക്കണം, ടീച്ചേഴ്സും ഒക്കെ ശ്രദ്ധിക്കണം, കുട്ടികൾ ഡ്രഗ്സിന്റെ പിന്നാലെ പോകാം. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞപ്പോഴേക്കും ഡ്രഗ്സ് എന്ന് പറഞ്ഞ ലഹരി എന്ന് എല്ലാ സ്ഥലത്തും കേൾക്കാൻ തുടങ്ങി. എനിക്കവിടെ ഭയങ്കര അത്ഭുതമായി പോയി. ആ ഒരു ഇത് എന്റെ മനസ്സിൽ ഈ പറഞ്ഞ നമ്മൾ സിൻസിയർ ആയിട്ട് ഇത്രയും കൊല്ലം നമ്മള് കുട്ടികളുടെ കൂടെ ജീവിച്ചപ്പോ നമ്മുടെ സമൂഹത്തിലുള്ള കുട്ടികൾ വളരെ, നമ്മളെ പഠിപ്പിച്ചതോ പഠിപ്പിക്കാത്തവരോ അടുത്ത തലമുറയാണല്ലോ നാടിനെ നയിക്കേണ്ടത്. അതായിരിക്കാം എന്റെ മനസ്സിൽ അങ്ങനെ വന്നത്. ഇങ്ങനെ എല്ലാവരും എന്താണ് ഇങ്ങനെ ഇതിന്റെ പിന്നാലെ പോകുന്നത്? അപ്പൊ അതിൽ നിന്നൊക്കെ മാറ്റാൻ നമ്മൾ മാതാപിതാക്കളും, ഇനിയുള്ള മാതാപിതാക്കൾ ഒന്നുകൂടി ശ്രമിക്കണം. അവർക്ക് നല്ലൊരു ജോലിയുള്ളത്, പണ്ടത്തെ പോലെയല്ല. കൂട്ടുകുടുംബല്ലേ, മുത്തശ്ശി ഉണ്ടാവും, അമ്മാവനുണ്ടാവും, മുത്തച്ഛനുണ്ടാവും, പലരും ഉണ്ടാവും. ഒരാളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് എന്തോരം കാര്യങ്ങളാണ് അവർ പഠിക്കുക. അമ്മയ്ക്കും അച്ഛനും വലിയ റോളില്ല. അവർക്ക് അമ്മയ്ക്ക് പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വെറുതെ ഇരിക്കാം, ബാക്കിയുള്ളവരൊക്കെ കൂടി കുട്ടിയെ നന്നാക്കിക്കോളും. ഇപ്പൊ അങ്ങനെയല്ല, ന്യൂക്ലിയർ ഫാമിലി അല്ലേ, അവര് തന്നെ കുട്ടികൾക്ക് വേണ്ടി ശ്രമിച്ചേ പറ്റൂ. അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കണം, പഴയ എന്താണ് കെയർ ആൻഡ് ഷെയർ, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിലേക്ക് തിരിച്ചു പോകാൻ. പക്ഷേ ആ പണ്ടത്തെ കൂട്ടുകുടുംബത്തിലേക്ക് നമ്മളൊക്കെ പോയാൽ അത് കുറച്ചും കൂടി കുട്ടികളെ നന്നാക്കി വളർത്താൻ സഹായിച്ചേനെ. അങ്ങനെ ഒരു നാളെ ഉണ്ടാവുമോ എന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അപ്പൊ ഈ ചുറ്റുമുള്ള ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ഒരു ഇത് കണ്ടിട്ടാണ് ഞാൻ ജന്തുക്കളിൽ കൂടിയും അല്ലെ, മിണ്ടാപ്രാണികളും കൂടി ഇതേപോലെ അമ്മ എന്ന് പറഞ്ഞാൽ എത്ര ത്യാഗമാണ് അനുഭവിക്കണേ. അതേ ത്യാഗമാണ് മനുഷ്യർ, അതിലും വലിയ രീതിയിൽ.
അപ്പൊ അതുകൊണ്ട് വേറൊരു കാര്യം വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ സാക്രിഫൈസ് എന്നുള്ളത് അല്ലെങ്കിൽ ഈ ത്യാഗം അല്ലെങ്കിൽ അമ്മമാര് അനുഭവിക്കുന്ന ത്യാഗം ഇതെല്ലാം ഇന്നത്തെ കാലത്ത് ഒരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഒരു 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 ജനറേഷൻ വരെ ഈ ത്യാഗത്തിനൊരു വാല്യൂ ഉണ്ടാവും. പക്ഷെ എന്താ പറയാ സിസ്റ്റത്തിന്റെ ഭാഗമാണ് നമ്മൾ ത്യാഗമല്ല ചെയ്യുന്നത് എന്നത് വരെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്തൂടെയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം മാറി മറിഞ്ഞ ഇനി ഒരു പുതിയ ഒരു ജനറേഷൻ, അതിന് എത്ര വർഷം എടുക്കും എന്ന് അറിയില്ല, പക്ഷെ ഗ്രാജുവലി എല്ലാം എന്താ ഒരു നാശത്തിൽ നിന്ന് പിന്നെ വീണ്ടും ഒരു പുതിയ ഒരു ഉണർവ് ഉണ്ടാവുക എന്നുള്ളതാണല്ലോ. ഇപ്പൊ എല്ലാ കുടുംബത്തിലും എന്തെങ്കിലും ഒക്കെ ആയിട്ട് ഒരു പ്രശ്നങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ഇനി മാറി കുടുംബത്തിലായാലും സ്കൂളിലായാലും ഉഷാമിസ് പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു അധ്യാപക വിദ്യാർത്ഥി ബന്ധമല്ലല്ലോ ഇന്നത്തെ കാലത്തെ. ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചു പേര് ആ വാല്യൂ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ ജനറേഷൻ, ഇപ്പോഴത്തെ നമ്മൾ ഫേസ് ചെയ്യുന്ന യങ് ജനറേഷൻ കാണുന്ന ത്യാഗവും സാക്രിഫൈസും അല്ലെങ്കിൽ അനുകമ്പയും എല്ലാം മറ്റൊരു തലത്തിലാണ്. നമ്മൾക്ക് വിചാരിക്കുന്നതിനേക്കാളും മറ്റൊരു തലത്തിലാണ് അവരത് അവരുടെ കോൺസെപ്റ്റിൽ അത് വരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഡ്രഗ്സ് എന്ന് പറയുന്നത് ഈവൻ ഇൻ മൈ ജനറേഷൻ, നമ്മുടെ ജനറേഷനിൽ ഉണ്ടായിരുന്നു. ഞാൻ മഹാരാജാസ് കോളേജാണ് പഠിച്ചത്. ഐ ഹാവ് സീൻ മൈ ഫ്രണ്ട്സ്, മൈ ഏജ് ഗ്രൂപ്പ്സ് ജസ്റ്റ് ലൈയിങ് ഓൺ ദ ഗ്രൗണ്ട് അവിടെ ഡ്രഗ്സിൽ. മൈ ഹസ്ബൻഡ് IIT-യിൽ ഡ്രഗ്സ് തന്നെയായിരുന്നു എല്ലാം. ഇറ്റ്സ് നോട്ട് ടുഡേ. ഡ്രഗ്സ് ഹാസ് ബീൻ ദേർ and it has been rampant then. Our time 70s and 75, I was 76, 77, 78, 79. That time drugs were rampant. Our time hippie period ayirunnu, hippies inde just idayirunnu. It was there. It's not, it has nothing to do with only family. We don't know whom they are. Appo social idu illa nammade illa. You didn't have those mobiles or anything, but still drugs were rampant. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അന്നുണ്ടായിരുന്നു, അന്നും ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇപ്പൊ എങ്ങനെയാന്ന് എനിക്കറിയില്ല, ബിക്കോസ് ഐ എം നോട്ട് എ ടീച്ചർ. ബട്ട് ഇപ്പൊ എനിക്കറിയില്ല. ബട്ട് ദാറ്റ് ടൈം ഇറ്റ് വാസ് റാമ്പന്റ്. ഐ സ്റ്റഡി ഇൻ എ ഗവൺമെന്റ് കോളേജ്. ഐ നോ, ഐ ഹവ് സീൻ വിത്ത് മൈ ഐസ്. സോ ഇറ്റ് ഈസ്, I don't know whether it is due to the lack of family affection. അങ്ങനെ ആവണമെന്നില്ലെന്ന എൻ്റെ ഒരു ഫീലിംഗ്. ഇറ്റ്സ് ലൈക്ക് somebody, there are the people outside, people whom we have to be very much worried. എനിക്ക് തോന്നുന്നത് ഈ politicians who want to make money out of all this. There are a lot of bad people outside who are trying to lure the children. Many times the parents even അറിയൂ പോലും ഇല്ല what has happened. I have it is very, very sad, but I have seen it with my eyes, because you couldn't do anything. They get into that. And it is, the parents are shocked. അവർക്കും ഒന്നും അറിയില്ല. They are all കൂട്ടുകുടുംബത്തിൽ ഇരുന്നവർ തന്നെയാണ്. But എവിടെയാണ് ഇത് വരുന്നത്? It is outside people who are doing all this. And a Matilda storyയുടെ ഒരു എഫക്റ്റും ഉണ്ട്. People who want to prove themselves, they go for these club activities where the drugs are rampant. Drugs iponam, drugs, somebody will be. So I don't know. It's very, very, very tough question to answer. Are the parents at fault? Is the family at fault? കൂട്ടുകുടുംബം ഇല്ലാത്തതുകൊണ്ട് fault ആണോ അറിയില്ല. അല്ല മാം, ഇപ്പൊ കുറച്ചൊക്കെ നമ്മള് പണ്ട് ഈ പേരൻസ്, അമ്മമാർക്ക് അങ്ങനെ ജോലിക്ക് പോയിരുന്നില്ല. അപ്പൊ എപ്പോഴും കുട്ടികള് വീട്ടിൽ വന്നാൽ പിന്നെ അമ്മ ഫുൾ ടൈം കൂടെ ഉണ്ട്. വീട്ടുജോലികൾ ഉണ്ട് ഓഫ് കോഴ്സ്, എന്നാലും ഉണ്ട്. അപ്പൊ അവരുടെ എല്ലാ കാര്യങ്ങളും കൂടുതലായിട്ട് അമ്മയ്ക്ക് നോക്കാൻ പറ്റുമായിരുന്നു. ഇപ്പൊ നമ്മൾക്ക് എനിക്ക് കുറെ നമുക്ക് അറിയാലോ, നമ്മൾ ഈ സ്കൂൾ ഇതിൽ ഉണ്ടായിരുന്നോണ്ട് പേരൻസ് 99% ജോലിക്ക് പോകും രണ്ടുപേരും. അപ്പൊ അവര് രാത്രി ചിലവര് ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കും, എപ്പോഴും വേറെ ദൂരെയായിരിക്കും. അമ്മ വേറെ എവിടെ, അച്ഛൻ വേറെ എവിടെ, ജോലിക്കാരായിരിക്കും ചിലപ്പോൾ നോക്കുന്നത്. ആ ഒരു വെസ്റ്റേൺ സ്റ്റൈലിൽ ഇവിടെയും കുറച്ചൊക്കെ വന്നു തുടങ്ങി. അപ്പൊ അവരൊക്കെ നോക്കിയാൽ കുട്ടിക്ക് നന്മ വരുമോ അറിയില്ല. ആ നോക്കുന്ന സ്ത്രീ നല്ലതാണെങ്കിൽ അവർ കുറച്ച് നന്നാവും. പണ്ടങ്ങനെ ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ വാല്യൂസും കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഔട്ട്സൈഡ് ദാറ്റ് ഒരു ഉണ്ടല്ലോ, അതിന്ന് അവര് പുറത്തേക്ക് കടക്കുമ്പോൾ ഫ്രീഡം, അതിന്ന് അപ്പൊ അവര് ഐ ഹാവ് ടു ഡു സംതിങ്, ഐ ഹാവ് ടു ബി ഇൻ ദ ലൈം ലൈറ്റ്. അപ്പൊ ഞാൻ ലെറ്റ് മീ ഷോ ഓഫ്. അപ്പൊ ഞാൻ വേറെ ഒരെണ്ണം കണ്ടു, ഓക്കെ ഐ ഗോ ദേർ,
അതിൽ നിന്ന് അതൊക്കെ മേടിച്ചു. ഇത് ലഹരി. അപ്പൊ ഓക്കെ, ഞാൻ ഒരു എല്ലാവരുടെ മുമ്പിൽ ഒരു നല്ല മിടുക്കനായി എന്ന് അവർക്ക് തോന്നും. പിന്നെ ലേറ്റർ ഓൺ എന്താ പറയാ, ഇതാവുമ്പോഴാണ് അവർ മനസ്സിലാവുന്നത് ഇതൊക്കെ തെറ്റായിരുന്നു എന്ന്. ചിലപ്പോ പലരും പറയും, ഇപ്പൊ ഈയിടെ ചിലരുടെ ഇന്നൊക്കെ ഈ പോലീസുകാരൊക്കെ പറഞ്ഞത് കണ്ടു, കുട്ടികള് വന്ന സീക്രറ്റ്ലി കോൺഫിഡൻഷ്യലി പറഞ്ഞു എന്ന്, ഞാൻ ഈ ഇതിലേക്ക് പോയി, ലഹരിയിലേക്ക് പോയി, എന്നെ പ്ലീസ് ഒന്ന് രക്ഷിക്കാമോ എന്ന്. അങ്ങനെയുള്ള കുറെ കുട്ടികളുടെ കാര്യങ്ങളും പല സ്ഥലത്തും ഇപ്പൊ എല്ലാവരും അതിനെ കുറിച്ചാണല്ലോ പറയണേ. അങ്ങനെ പറയണ്ടായിരുന്നു. അങ്ങനെ കുട്ടികൾക്ക് തന്നെ ആ ഒരു ഇത് നല്ല നാളെ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നൊക്കെ ഇപ്പൊ ഇതൊരു കലികാലത്തിന്റെ ഇതാണെന്ന് വിചാരിച്ചിട്ടേ. താങ്ക് യു. താങ്ക് യു ഉഷ മിസ്. അപ്പോ നമ്മള് വളരെയധികം നല്ല രീതിയിൽ ആ ഒരു സ്റ്റോറിയുടെ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കി. എന്തായാലും നല്ലൊരു ഫ്യൂച്ചർ എല്ലാവരുടെയും, എല്ലാ കുടുംബത്തിലും ഒരു സമാധാനം ഉണ്ടാവട്ടെ എന്നും, ഈ മാതൃസ്നേഹവും പിതൃസ്നേഹവും അല്ലെങ്കിൽ ആ ഒരു പാറ്റേണൽ റിലേഷൻഷിപ്പും അതുവഴി കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഓപ്പൺ അപ്പ് ആവാനുള്ള ഒരു വേദി കുടുംബങ്ങളിൽ തന്നെ ഉണ്ടാവട്ടെ എന്ന ശുഭപ്രതീക്ഷയോടെ നമുക്ക് അടുത്ത കഥയിലേക്ക് കടക്കാം.